ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. മിറാക്കിൾ മോർണിംഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഓണാക്കാൻ പറ്റാത്ത ഒരു ചെറിയ സാഹചര്യത്തിലാണ് ഉള്ളത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തു എന്ന് കണക്കാക്കുന്നു. വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമാണ്. അത് കൃത്യതയോട് കൂടിയിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എനിവേ, ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് മലയാള മാസം 1-ാം തീയതി കൂടെ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു തുടക്കം, പ്രത്യേകിച്ച് ഇന്നത്തെ സെഷൻ നമ്മുടെ മിറാക്കിൾ മോർണിംഗിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ പ്രൊട്ടക്ഷന് സഹായിക്കുന്നതായിട്ടുള്ള 2 പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് വളരെ കൃത്യതയോടുകൂടി വളരെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വേറെ ആരുമല്ല, നമ്മുടെ ഈ ഒരു മിറാക്കിൾ മോർണിംഗ് പ്ലാറ്റ്ഫോമിൽ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. തൻ്റെതായിട്ടുള്ള ഒരു ശൈലി കൊണ്ട് സെഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ അദ്ദേഹത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. വാം വെൽക്കം നന്ദകിഷോർ സാർ ഫ്രം ചങ്ങനാശ്ശേരി. താങ്ക് യു വെങ്കടേഷ് സാർ, താങ്ക് യു സോ മച്ച്. മിറാക്കിൾ മോർണിംഗിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് എനിക്ക് ചാൻസ് തന്നതിന് വളരെ നന്ദി. നമ്മുടെ മിറാക്കിൾ മോർണിംഗിന്റെ വേർഷൻ 2 വന്നു കഴിഞ്ഞ് ഇതിന് വന്നിട്ടുള്ള ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതാവഹമാണ്. അത്ര ഗംഭീരമായിട്ടാണ് പ്രോഗ്രാംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി സാറിന് അതിന് ഒരുപാട് ക്രെഡിറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് യു ആർ ദ കിങ് പിൻ ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന സാറിന് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ആൻഡ് വെൽക്കം എവരി വൺ ഓൺ ദ പ്ലാറ്റ്ഫോം. നമ്മൾ ഇന്ന് 2 സപ്ലിമെന്റ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. ഒന്ന് ഫ്ലാക്സ് ഓയിലും 2 നമ്മുടെ ക്രിൽ ഓയിലും. ഇതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിനൊരു പശ്ചാത്തലം ഉണ്ടാവണമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിഷയം സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ, ഞാനൊരു സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് കടക്കാണ്. അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിന്ന് നോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് സ്ലൈഡ് പ്രസന്റേഷൻ ഇത്. ഇത് ഫുൾ സ്ക്രീൻ കാണാമോ? വിസിബിൾ ആണോ? Can somebody respond please? Okay. Full screen visible ആണ്. Okay. Yes. എൻ്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. Yes. Okay. So here we go. Good morning once again. പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന omega-3 എന്ന് പറയുന്ന ഒരു മാജിക്കൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡിനെ കുറിച്ചാണ്. ഈ ഫാറ്റ് എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ പൊതുവെ വലിയ ഭയമുള്ള ഒരു ആൾക്കാരാണ് നമ്മൾ. ഏതാണ്ട് ഫാറ്റ് ഏതാണ്ട് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പൊ ആ ധാരണ മാറി വരുന്നുണ്ട്. വലിയൊരു ഷിഫ്റ്റിലേക്ക് വരികയാണ് ഇപ്പം നമ്മുടെ ഹെൽത്ത് സയൻസ്. ഫാറ്റ് അത്ര അപകടകരമായ ഒരു കാര്യമല്ല എന്നും ഫാറ്റ് വാസ്തവത്തിൽ വേണ്ട ഒരു കാര്യമാണെന്നും ഫാറ്റ് ഇല്ലാത്തത് കൊണ്ട് വാസ്തവത്തിൽ
നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുമാണ് ഇപ്പോഴത്തെ ഫൈൻഡിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ടോളൂ, ഒരു 5-10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് മിക്കവാറും പേരും ഈ പശു നെയ്യ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, വെളിച്ചെണ്ണയും പശു നെയ്യും റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയും പശു നെയ്യും ഏതാണ്ട് പൂരിത ഫാറ്റാണ്, കട്ട പിടിച്ച സാധനമാണ്. ഈ മഞ്ഞുകാലം വരുമ്പോൾ ഉറഞ്ഞിരിക്കുന്നതാണ്, യാതൊരു കാരണവശാലും കൈകൊണ്ട് തൊടരുതെന്നാണ് അത്രയും നാളും കേട്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കളും പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു പോകുന്ന സാധനമാണ് ഇത്, പെട്ടെന്ന് എങ്ങനെ ഇത് ഇത്ര അപകടകാരിയായ ഒരു സാധനമായെന്നൊരു ചിന്ത നമ്മുടെ പലരുടെയും മനസ്സിൽ വന്നതാണ്. എനിവേ, ദ സയൻസ് ഈസ് ഡിസ്പ്രൂവിങ് ഓൾ ദാറ്റ്. ഇപ്പം പുതിയതിലേക്ക് വരികയാണ്. ഫാറ്റ് ശരീരത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാർബോഹൈഡ്രേറ്റിന്റെ കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിയന്ത്രണം വേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നു. എനിവേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എസൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. വാസ്തവത്തിൽ ഹെൽത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. ഒമേഗ 3 നമ്മളെല്ലാവരും ഇപ്പൊ കേൾക്കുന്ന വാക്കുമാണ്. ഇപ്പോ നമ്മുടെ മെഡിക്കൽ ഷോപ്സിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് പോലുള്ള ചാനലുകൾ എടുത്ത് നോക്കിയാലോ ഒമേഗ 3 എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചാൽ തന്നെ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഡിഫറെന്റ് പൊട്ടൻസിയിൽ ഇങ്ങനെ ഫ്ലോ ഇൻ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒമേഗ 3 എന്ന് പറയുന്ന ഇതിന് എന്താണ് അതിന്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ കണക്ട് ആയിരിക്കുന്നു, ഒമേഗ 3 പലതരത്തിലുണ്ടോ, അതിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒമേഗ 3യെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, അതിന്റെ ഉപയോഗക്രമം എങ്ങനെയാണ്, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. റൈറ്റ്. നമ്മൾ ഇന്ന് വെസ്റ്റീജിന്റെ 2 ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ പരിഗണനയിൽ വരുന്നത്. ഒന്ന് വെസ്റ്റീജിന്റെ ഫ്ലാക്സ് ഓയിലും ഒന്ന് വെസ്റ്റീജ് പ്രൈം krill ഓയിലും. അപ്പോൾ ഈ 2 പ്രോഡക്ട്സ് എന്തിനാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒമേഗ 3 പ്രോഡക്ട്സ് ആണെങ്കിൽ രണ്ടും എന്തിനാണ്, എന്താണ് വെസ്റ്റീജ് പ്രോഡക്ട്സ്, എന്താണ് വെസ്റ്റീജ് പ്രൈം പ്രോഡക്ട്സ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. വെസ്റ്റീജ് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ വെൽനസ് കമ്പനി. ഇന്ത്യയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള പ്രീമിയം വെൽനസ് കമ്പനികളിലൊന്നാണ് വെസ്റ്റീജ്. ഫോക്കസ് ചെയ്യുന്നതും വെൽനസിലാണ്. റൈറ്റ്. വെസ്റ്റീജിന്റെ എല്ലാ ഫോക്കസും അവരുടെ എല്ലാ മേഖലയും വാസ്തവത്തിൽ വെൽനസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് വെസ്റ്റീജ് ലവ്സ് ടു ബി നോൺ ആസ് എ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി. ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നത്. അവർക്ക് 2 കാറ്റഗറി ഓഫ് ഹെൽത്ത് പ്രോഡക്ട്സ് ഉണ്ട്. ഒന്ന് വെസ്റ്റീജ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന കുറേ ഹെൽത്ത് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലാക്സ് ഓയിൽ, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതാവും. വെസ്റ്റീജിന് ഫ്ലാക്സ് ഓയിൽ ഉണ്ട്. അതൊരു ജനറൽ കാറ്റഗറി ഒമേഗ 3 സപ്ലിമെന്റ് ആണ്. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും മാർക്കറ്റിലുള്ള പല ഇപ്പം ഫ്ലാക്സ് ഓയിൽ എന്ന പേരിൽ വരുന്ന പല പ്രോഡക്ട്സിനേക്കാൾ സുപ്പീരിയർ ആണ്, ഫാർ ബെറ്റർ ആണ്. ഓക്കെ. ഇപ്പോൾ വെസ്റ്റീജ് ജനറൽ കാറ്റഗറി ഹെൽത്ത് പ്രോഡക്ട്സ് തന്നെ പലപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് തരുന്ന പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്കറിയാം, ശതാവരി പോലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിന്റെ കൂടെ വെസ്റ്റീജ് സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്, സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, സ്പെസിഫിക് റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റീജ് പ്രൈം എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ ബ്രാൻഡോടെ ലോഞ്ച് ചെയ്തു. ഓക്കെ. സ്വാഭാവികമായിട്ടും ഈ 2 കാറ്റഗറിയിലും സമാനമായ പ്രോഡക്ട്സ് ഉണ്ട് എങ്കിൽ, സമാനമായ പേരിലുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം വെസ്റ്റീജ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നത് തന്നെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് റേഞ്ചിനേക്കാൾ ബെറ്റർ ആണെങ്കിൽ, വെസ്റ്റീജ് പ്രൈം എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് ഒരുപക്ഷെ മാർക്കറ്റിൽ അങ്ങനെ പ്രോഡക്റ്റ് കാണാനേ പ്രയാസമില്ല, അത്ര സുപ്പീരിയർ ക്വാളിറ്റി ആയിരിക്കും. അതിന് റീസൺസ് ഉണ്ട്. കാര്യം ചില കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആയിട്ടുള്ള വളരെ റിസൾട്ട് ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി വന്നേക്കാം. ഒമേഗ 3 വാസ്തവത്തിൽ അങ്ങനെ ഒരു മേഖലയാണ്. ഒമേഗ 3 നമുക്ക് ജനറലി പ്രിവെൻഷന് വേണ്ടിയിട്ടും ജനറൽ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടും മാനേജ്മെന്റിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം.
the same time omega-3 can be directed for specific benefits. അവിടെയാണ് വെസ്റ്റീജ് പ്രൈം എന്ന് പറയുന്ന കാറ്റഗറി. ഇതൊരു ജനറൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിവേ ഒമേഗ-3യുടെ ഗുണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ ജോയിന്റ്സ് ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ജനറലി സ്പീക്കിംഗ് omega-3 എന്ന് പറയുന്ന സപ്ലിമെന്റ്സ് ചെയ്യും. സോ ദാറ്റ്സ് ദ ബേസിക് അബൌട്ട് ഇറ്റ്. omega-3 വാസ്തവത്തിൽ 3 ടൈപ്സിലാണ് നമുക്ക് അവൈലബിൾ ആവുക. അതിലെ 2 ടൈപ്പ് ജനറലി അവൈലബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈസിലി ആൻഡ് ജനറലി ബയോ അവൈലബിലിറ്റി ഫോമിൽ നമ്മൾ പറയുകയാണെങ്കിൽ EPAയും DHAയും. EPA എന്ന് പറഞ്ഞാൽ ഇക്കോസാ പെന്റനോയിക് ആസിഡ്, DHA ഡൈക്കോസാ ഹെക്സനോയിക് ആസിഡ്. എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തലപോയിക്കൊന്നും വേണ്ട. EPA ആൻഡ് DHA എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഇത് അവൈലബിൾ ആകുന്നത് സീ ഫുഡ്സിൽ. സീ ഫുഡ്സ് ചെറിയ ചെറിയ മത്സ്യങ്ങൾ, നമ്മുടെ മത്തി പോലുള്ള മത്സ്യങ്ങൾ, കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ സാൽമൺ അതുപോലുള്ള മത്സ്യങ്ങളിൽ നിന്നൊക്കെയാണ്. കൊഴുവയ്ക്ക് എന്താ പറയുക, തൊലി അല്ലെ, അതുപോലുള്ള സാധനങ്ങൾ, സാൽമൺ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നാണ് നോർമലി EPA ആൻഡ് DHA ഡയറക്ട്ലി ശരീരത്തിന് അവൈലബിൾ ആകും. ദേ ആർ റിയലി ദ ബെസ്റ്റ് സോഴ്സസ് ഓഫ് ഇറ്റ്. അതേസമയം omega-3 പ്ലാന്റ് ബേസ്ഡ് ആയിട്ടും അവൈലബിൾ ആണ്. ഓക്കെ, ലൈക്ക് അത് ആൽഫ ലിനോയിക് ആസിഡ് എന്ന ഫോമിലാണ് വരിക. ആൽഫ ലിനോയിക് ആസിഡ് ആ ഫോമിൽ വരുന്ന omega-3 നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ALA ഫോമിൽ നിന്ന് EPA ആൻഡ് DHA ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ് ശരീരം യൂസ് ചെയ്യുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഇതില് ബയോ അവൈലബിലിറ്റിയുടെ ഒരു ഇഷ്യൂ വാസ്തവത്തിൽ വരും. കാരണം നമ്മുടെ പ്ലാന്റ് ഫോമിലുള്ള ALA ഫോമിലുള്ള omega-3 അത് EPA ആൻഡ് DHA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അവിടെയാണ് ഈ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയിലും അതിന്റെ പ്രോസസ്സിലെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് വരും. നമ്മൾ ഓവർ ദ കൗണ്ടർ OTC, നമ്മൾ ഓവർ ദ കൗണ്ടർ നമ്മളിപ്പോൾ omega-3 മാർക്കറ്റിൽ പോയി വാങ്ങിക്കും, omega-3 എന്നുള്ള ലേബൽ ഉണ്ടാവും. ചിലപ്പോൾ അത് ഫ്ലാക്സ് ഓയിൽ തന്നെ ആവാം. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് omega-3 യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കത് ഫലപ്രദമാകും. കാരണം അതിന്റെ ALA ഫോമാറ്റിൽ നിന്ന് EPA ആൻഡ് DHA എന്നുള്ള കൺവേർഷൻ അതിന്റെ പ്രോസസ്സിംഗ് ആൻഡ് അതിന്റെ ക്വാളിറ്റി ഓഫ് ദ ഓയിൽ ആൻഡ് ദ പ്രോസസ്സിംഗ് ഓഫ് ദ ഓയിൽ കറക്റ്റ് അല്ലെങ്കിൽ ആ കൺവേർഷൻ വളരെ മോശമായി. ഓക്കെ, മേ ബി നമ്മൾ പലപ്പോഴും കഴിക്കുമ്പോഴും നമുക്ക് വയറ്റിൽ നിന്ന് അത് കഴിച്ചതിൻ്റെതായിട്ടുള്ള ചില സ്വാദുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പക്ഷേ വെസ്റ്റേജിന്റെ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വെസ്റ്റേജ് ഫ്ലാക്സ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓയിൽ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുകയോ പോലുമില്ല. നിങ്ങൾ ആ റിസൾട്ട്സ് മാത്രമേ കാണുള്ളൂ. കാരണം അതിന്റെ EPA ആൻഡ് DHA കൺവേർഷൻ ഫാർ ബെറ്റർ ആണ്. ഇതാണ് അപ്പൊ 3 ടൈപ്സ് ഓഫ് omega-3 നമ്മൾ നോർമലി കാണുന്ന ഇതാണ്. EPA ആൻഡ് DHA വൺസ് അഗൈൻ സീ ഫുഡ്സിൽ നിന്നാണ് നമ്മൾ നോർമലി കിട്ടുന്നത്. പിന്നെ ALA ആൽഫ ലിനോയിക് ആസിഡ്. ഓക്കെ, അത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള. omega-3 നമ്മളെ എന്ത് കാര്യത്തിനൊക്കെയാണ്? വൈ omega-3? അതാണല്ലോ. ഓക്കെ, omega-3 ഇതാണെന്ന് പറഞ്ഞു, അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് പ്രിവെന്റ്സ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ വീക്കം, നീർക്കെട്ട് എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ പറയും. ഒരു നീര് വരുന്നതിന് ഇടയ്ക്ക് ഒരു വീക്കം വരുന്നതിന് എന്താ ഇത്ര കാര്യം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അടുത്ത സ്ലൈഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എനിവേ, ഇറ്റ് പ്രിവെന്റ്സ് ഇൻഫ്ലമേഷൻ, ഇറ്റ് റിലീവ്സ് ജോയിന്റ് പെയിൻസ്. നമ്മുടെ ജോയിന്റ്സിൽ വരുന്ന പല പെയിൻസിനെയും അത് റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് റെഗുലേറ്റ്സ് ഫാറ്റ്സ്, നമ്മുടെ ശരീരത്തുള്ള കൊഴുപ്പുകളെ റെഗുലേറ്റ് ചെയ്യും, ഇല്ലാതാക്കുകയോ
നശിപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ശരീരത്തിന് വേണ്ട അളവിൽ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം LDL പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കണം. LDL ഏതാണ്ട് വളരെ മോശപ്പെട്ട സാധനമാണെന്ന് പൊതുവെ നമ്മൾ പറയും. LDL ശരീരം ഉണ്ടാക്കുന്ന ഒരു ഫാറ്റാണ്. ശരീരത്തിന് അത് ആവശ്യമാണ്. ഒരുപാട് മെറ്റാബോളിക് പ്രോസസ്സിന് LDL ആവശ്യമാണ്. ദെൻ വൈ ഈസ് ഇറ്റ് കോൾഡ് ബാഡ് ഫാറ്റ്? അതിന്റെ അളവിൽ കൂടുതലാവുമ്പോൾ അതൊരു അപകടകാരിയാവാൻ സാധ്യതയുള്ളതാണ്. അതാണ് ഓക്കെ. പലപ്പോഴും അത് അപകടകാരിയാകുകയും ചെയ്യും സാഹചര്യങ്ങൾ കൊണ്ട്. സോ റെഗുലേറ്റ്സ് ഫാറ്റ് ഇൻക്ലൂഡിങ് ട്രൈഗ്ലിസറൈഡ്. TG എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ആണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഹാർട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് TG. Then it lowers BP. അല്ലെങ്കിൽ to some extent it regulates BP. Okay. It prevents plaque in arteries. നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന, ശുദ്ധരക്തം ഫ്ലോ ചെയ്യുന്ന ധമനികളെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പൊതുവെ പറയുക. ഓക്കെ. ഇറ്റ് പ്രിവെന്റ്സ് പ്ലേക്ക് ഇൻ ആർട്ടറീസ്. അതിൽ അടിഞ്ഞുകൂടുന്ന, അതിൽ ഈ പ്ലേക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഓക്കെ. അത് അതിന്റെ പാതയെ, ആ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു ഗ്രോ ഇൻഫ്ലമേഷൻ ആണ് അത് തടയും. ഓക്കെ. ഇറ്റ് പ്രിവെന്റ്സ്. ഇറ്റ് ബാലൻസസ് ഹോർമോൺസ്. ഹോർമോൺ ബാലൻസിന് omega-3 സപ്പോർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോർമോൺ ബാലൻസിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനെയൊക്കെ അത് അഫക്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഹെയറിനെ അഫക്ട് ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചുള്ളത് അവരുടെ പല പ്രശ്നങ്ങൾക്ക് അതിന് സപ്പോർട്ടീവ് ആവും. ഇതാ ഫർദർ എഴുതിയിട്ടുണ്ട്. ഇറ്റ് കറക്ട്സ് മെൻസ്ട്രുവൽ സൈക്കിൾസ്. ഓക്കെ. മെൻസ്ട്രുവൽ സൈക്കിൾസ് ഇൻകറക്റ്റ് ആവുന്ന ആൾക്കാരെ അത് കറക്റ്റ് ചെയ്യാൻ omega-3 സപ്പോർട്ട് ചെയ്യും. ഹോട്ട് ഫ്ലഷസ് പലപ്പോഴും ഈ പ്രീ ആൻഡ് പോസ്റ്റ് മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതിനെ മാനേജ് ചെയ്യാൻ അത് സഹായിക്കും. ഓക്കെ. ഓസ്റ്റിയോപോറോസിസ്, നമ്മുടെ എല്ലിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെട്ട് എല്ലുകൾ ബ്രിട്ടിലാകുന്നതിനെ കുറിച്ച്, ഓക്കെ, അത് തടയാൻ അത് സപ്പോർട്ട് ചെയ്യും. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ omega-3 സപ്പോർട്ട് ചെയ്യും. ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ആക്ച്വലി ഇതിന് omega-3 സ്കിൻ, ഹെയർ ആൻഡ് നെയിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇറ്റ് പ്രിവെന്റ്സ് ആൻഡ് റിമൂവ്സ് സിസ്. നമ്മൾ ഉണ്ടല്ലോ നമ്മളെപ്പോഴും പല സിസ്റ്റുകളെ പറ്റി, ഓവേറിയൻ സിസ്റ്റ്, ആ സിസ്റ്റ്, അവിടെയുള്ള സിസ്റ്റ്, ഇവിടെയുള്ള സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ. ഓക്കെ. പലപ്പോഴും നമ്മൾ അതിന്റെ പേരിൽ സർജറീസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഈ സിസ്റ്റ് ഫോർമേഷനെ അത് പ്രിവെന്റ് ചെയ്യുകയും ഉള്ള സിസ്റ്റിനെ ഒരു പക്ഷേ ഒഴിവാക്കാൻ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നാച്ചുറലി ഒഴിവാക്കാൻ omega-3 സപ്പോർട്ട് ചെയ്യും. ഇറ്റ് പ്രിവെന്റ്സ് ഇൻഫ്ലമേഷൻ ഇൻ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ബവൽസ്. നമ്മുടെ ആമാശയത്തിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഇൻഫ്ലമേഷൻസ്, ഇതൊക്കെയാണ് പിന്നെ സിസ്റ്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. റൈറ്റ്. അത് തടയാൻ omega-3 സപ്പോർട്ട് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് പ്രിവെന്റ് CVD, കാർഡിയോവാസ്കുലർ ഡിസീസസ്. കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു സ്ലൈഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ജനറലി ഹൃദയ സംബന്ധമായ ധമനികളിലും, അതായത് ഹൃദയത്തിനുള്ളിലെ ധമനികൾ, പിന്നെ ശരീരത്തിലെ ബ്രെയിൻ പോലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന അത് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ധമനികളുണ്ട്. അതിൽ വരുന്ന അസുഖങ്ങളാണ് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അലർജീസ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കറിയാവോ, പല അലർജീസും വാസ്തവത്തിൽ ഇൻഫ്ലമേഷൻസ് ആണ്. ഓക്കെ. നിങ്ങൾക്കറിയാം, അലർജി വരുമ്പോൾ ആൾക്കാർക്ക് ശ്വാസം മുട്ടുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ. ശ്വാസം മുട്ടുന്ന അതൊരു ഇൻഫ്ലമേഷൻ ആണ്. പെട്ടെന്നൊരു നീർക്കെട്ട് പോലെ ഇതുപോലെ വരിക. കാര്യം ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഒരു അലർജൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ എയർവേയിൽ ആ അലർജൻ കടന്നു പോകുന്ന ശരീരത്തിന് പറ്റുന്നില്ല. ഇപ്പൊ ശരീരം എന്ത് ചെയ്യും? ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ എയർവേയിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അതിനെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ അതിനെ അലർജി എന്നാ പറയാം. ഓക്കെ. ദെൻ മാനേജ് മെനോപോസൽ വാസ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ ബ്രെയിൻ ആൻഡ് ഐസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രെയിനിലെ ടോട്ടൽ ഫാറ്റിൽ ഏകദേശം 25% omega-3 ഫാറ്റ്സ് ആണ്. ഓക്കെ. സോ omega-3യുടെ ഇൻകറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസിയോ ബ്രെയിൻ ഫംഗ്ഷനെയും, അതുപോലെ നിങ്ങൾക്കറിയാം ഐസിലും ഇതുപോലെ omega-3യുടെ വളരെയധികം സാന്നിധ്യമുണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസിനെയും, ഈ രണ്ട് ഓർഗൻസിനെയും അത് നല്ല omega-3 പ്രോപ്പർലി പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ന്യൂട്രിയന്റ് ആണ് omega-3. നമ്മൾ കാര്യമായിട്ട് ഗവനിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ വേണ്ട പലതിനെയും കാര്യമായിട്ട് ഗവനിക്കാത്തതുകൊണ്ടും വേണ്ടാത്ത പലതിനെയും
ഒരുപാട് ഗവനിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ കൂടാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. എനിവേ, എന്തുകൊണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമാകുന്നു എന്നുള്ളതിന് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ജിയോഗ്രഫിക്കലി ഒന്ന് നോക്കൂ. ആ റെഡ് കാണുന്നതെല്ലാം omega-3 ഈ ഇൻഡെക്സ് ലെവൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ റെഡ് കാണുന്നത് വളരെ മോശം omega-3 കൺസംഷൻ ഉള്ള അല്ലെങ്കിൽ omega-3യുടെ നെസസിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ ഇന്ത്യ ആസ് എ ഹോൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ആസ് എ ഹോൾ ഇന്ത്യ ഈസ് ഡെഫിഷ്യന്റ് ഓഫ് omega-3. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ ഡസ് ഇറ്റ് അഫക്ട് അസ്? ഒന്ന്, നമ്മൾ പറഞ്ഞു തുടങ്ങിയ വാക്ക് ഇൻഫ്ലമേഷൻ. ഞാൻ അടുത്ത വശത്ത് കാണിച്ചിരിക്കുന്ന ഒപ്റ്റിമൽ ഹെൽത്ത് റെവല്യൂഷൻ എന്നൊരു ബുക്കാണ്. ഓക്കെ, അത് ഡോക്ടർ ഡ്യൂക്ക് ജോൺസൺ എഴുതിയ ബുക്കാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹൗ ഇൻഫ്ലമേഷൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ ബിഗസ്റ്റ് കില്ലേഴ്സ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഹൗ ഇൻഫ്ലമേഷൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ ബിഗസ്റ്റ് കില്ലേഴ്സ്. നമുക്ക് നോക്കാം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വളരെ ശക്തമായിട്ടുള്ള, പക്ഷെ അങ്ങ് മാറുന്നതാണ്, സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല, ബൈ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുന്നു. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കെയർ ചെയ്യാതിരുന്ന അതൊരു പെർമനന്റ് സംഭവമായിട്ട് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അലർജിക് റിയാക്ഷൻ, കെമിക്കൽ ഇറിറ്റൻസ്, ഓക്കെ, ഇൻഫെക്ഷൻ, ട്രോമ, ഇഞ്ചുറി, ബേൺസ്, കട്ട്സ്, വൂൺസ്, ഫ്രോസ്റ്റ് ബൈറ്റ്സ്, ഇതെല്ലാം അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ആ സാഹചര്യത്തിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട കെയർ അപ്പം തന്നെ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫ്ലമേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരുപക്ഷെ നമ്മൾ ബോധവാന്മാരായിരിക്കണമെന്നില്ല. നമ്മുടെ ശരീരത്ത് പതിയെ പതിയെ സംഭവിക്കുന്നുണ്ടാവും. ആൻഡ് വൺസ് ഇറ്റ് ഡെവലപ്സ് ടു എ സെർട്ടൺ ലെവൽ, ഈ ത്രെഷോൾഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ഫിസിക്സ് ഈ ത്രെഷോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെർട്ടൺ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ സീരിയസ് ഇഷ്യൂ. അത് മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു ഇഷ്യൂ ആയിട്ട് മാറും. അതിനകത്ത് വരുന്നതാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ന്യൂറോളജിക്കൽ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. നിങ്ങൾക്കറിയാം സോറിയാസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഓക്കെ, ദെൻ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ക്യാൻസേഴ്സ്, ലൂപ്പസ്, ഫൈബ്രോമയാൾജിയ. ഫൈബ്രോമയാൾജിയ എന്നുള്ള വാക്ക് തന്നെ ഞാൻ കേൾക്കുന്നത് നമ്മുടെ റേഡി സ്റ്റാൻഡ് എന്ന ഡോക്ടർ റേഡി സ്റ്റാൻഡിന്റെ ഒരു ബുക്കുണ്ട്, വാട്ട് യുവർ ഡോക്ടർ ഡസൻ നോ അബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിംഗ് യു എന്നാണ് ആ ബുക്കിന്റെ ടൈറ്റിൽ. ഡോക്ടർ റേഡി സ്റ്റാൻഡ് ഒരു ഫിസിഷ്യനാണ്, ഒരു MD ഡോക്ടറാണ്. അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ബുക്കിന്റെ ടൈറ്റിലാണ് വാട്ട് യുവർ ഡോക്ടർ ഡസ് നോട്ട് നോ അബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിംഗ് യു. ദ ബുക്ക് ഈസ് ഹിയർ, അവൈലബിൾ ആണ്. ദെൻ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം, ഇതൊക്കെ ക്രോണിക് ഇൻഫ്ലമേഷൻ കൊണ്ടുവരുന്നതാണ്. ആൻഡ് വാട്ട് ഡോക്ടർ ഡ്യൂക്ക് ജോൺസൺ സേസ് ഈസ് ഇതിനെല്ലാം കാരണം ഇൻഫ്ലമേഷൻ. നമ്മൾ പറയുന്ന നീർവീക്കം, നീർക്കെട്ട്, വീക്കം എന്ന് സാരേ ഒരു ചെറിയ നീര് നമ്മൾ പറയുന്ന സാധനം. ബട്ട് പെരിഫറലി നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്ത് വിടുന്നുണ്ടാവും. പക്ഷെ വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ്, നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നത് അത് വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, നൗ CVDs എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞാൽ കൊറോണറി വാസ്കുലർ ഡിസീസസ് എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഏത് ഭാഗത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു പടമാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ധമനിയിൽ ഒരു പ്ലേക്ക് ഡെവലപ്പ് ചെയ്ത് അതിനകത്തെ ബ്ലഡ് ഫ്ലോയെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ കൂടെ ശരീരത്തിന്റെ ആ ഭാഗത്തിന് കിട്ടേണ്ട ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും നഷ്ടപ്പെടുകയും ആ കോശങ്ങളും ആ ടിഷ്യൂസും ആ ഓർഗനും സഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും അത് അതിന്റെ ഡെത്തിലേക്കോ സ്ട്രോക്കിലേക്കോ ഒക്കെ സംഭവിക്കാം. ഓക്കെ, നൗ എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്ന് കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. ഇത് ഹാർട്ടിലേക്കുള്ള വെസലാണ്. അവിടെ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിനെ CHD നമ്മൾ വിളിക്കും. ഓക്കെ, ഹാർട്ട് മസിൽസിനെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, അതിനെ അതിറോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്നും പറയും. സംഭവം തന്നെയാണ്. ദെൻ ഒരു പ്ലേക്ക്, ആ പ്ലേക്കാണ് മഞ്ഞ നിറത്തിൽ നിങ്ങൾ കാണുന്ന ആ പ്ലേക്കിന്റെ ബിൽഡപ്പ് കൊണ്ടാണ് ഇത് വരുന്നത്.
രണ്ട് സെറിബ്രോ വാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈയിൽ ഇതേ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് സെറിബ്രോ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ സ്ട്രോക്ക്, സെറിബ്രൽ സ്ട്രോക്ക് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും. ദെൻ റുമാറ്റോയിഡ് വാസ്കുലർ ഡിസീസ്, അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് അതിനകത്തുണ്ടാവുക. റൈറ്റ്, ഇതെല്ലാം ജനറൽ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, കാരണം നിങ്ങളുടെ അറിവ് വേണ്ടി. ഇനി HDL, LDL, ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, TG ട്രൈഗ്ലിസറൈഡ് ആണ്. HDL നല്ല ക്വാണ്ടിറ്റിയിൽ എപ്പോഴും ഉണ്ടാവണം, അതിനൊരു ഹയർ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു സർട്ടൻ വാല്യൂ നിന്ന് ലോ ആയിക്കൂടാതെ. LDL-ന് ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കുറവാകരുത്, ഇതിൽ കൂടുതലും ആകരുത്, LDL അപകടകാരിയാവും. റൈറ്റ്, ട്രൈഗ്ലിസറൈഡിനും അങ്ങനെ ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ നിൽക്കണം. നൗ ട്രൈഗ്ലിസറൈഡും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഫാറ്റ് ആണ്, നമ്മുടെ ശരീരം അത് യൂസിന് വേണ്ടി എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ TG കൂടുകയും HDL കുറയുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ TG കൂടുകയും LDL കൂടുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ സംഭവിക്കുകയാണ്. എനിവേ TG ട്രൈഗ്ലിസറൈഡ് എന്ന സാധനം കൂടി നിൽക്കുകയും ബാക്കിയുള്ള കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ഡിസീസസിന്റെ പോസിബിലിറ്റി വളരെയധികം കൂടുന്നുവെന്ന് നമ്മൾ പറഞ്ഞു, മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, നൗ heart disease and strokes are the second most common diseases in India. Okay. By 2030, 35% of all death will be due to heart disease and strokes. Okay. Stroke ഒക്കെ വന്നാലുള്ള അതിലൊരു വേറൊരു വശം നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെത്ത് ഈസ് ഓക്കെ, പക്ഷെ ഡെത്ത് വന്നില്ല എങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. 2015 62 മില്യൺ CHD പേഷ്യൻസ് ഉണ്ടായിരുന്നതിൽ 23 മില്യൺ 40 വയസ്സിന് താഴെയായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ഡേറ്റയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2024 ഇപ്പോൾ അത് എത്ര പെർസെന്റ് ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ 40 വയസ്സിന് വരെ താഴെയുള്ളവർ ഈ ഒരു പോസിബിലിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജ് ആണ്. മേ ബി ഒരു 60-70 വർഷം അവർ ഫർദർ ജീവിക്കും ഇതുപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊരു സിവിയർ ഹാർട്ട് അറ്റാക്ക്, ഒരു സ്ട്രോക്ക് ഒക്കെ ആയിട്ടാണ് അവരുടെ ആ ജീവിതം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. അതിന്റെ മേജർ പ്ലേയേഴ്സ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റീസും ഒക്കെയാണ്. ആൻഡ് 80% ഓഫ് ദിസ് ഈസ് പ്രിവെന്റബിൾ. അതാണ് അതിലെ കീ ഫാക്ട്. ഇതിൽ 80% പ്രിവെന്റബിൾ ആണ്. അവിടെയാണ് നമ്മൾ നോക്കി. Come to Vestige flax oil. Vestige flax oil is a rich source of omega-3, contains 50 to 60% of omega-3 ഉണ്ട് അതിനകത്ത്, up to 20% of omega-6 ഉണ്ട്. Okay. Then contains magnesium, potassium, zinc, copper, vitamin B12, vitamin E and protein. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. റൈറ്റ്, എനിക്ക് ചെറിയ ഒരു ഇൻട്രക്ഷൻ വന്നതുകൊണ്ടാണ്. എനിവേ, നൗ വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ അതിനകത്ത് omega-3 ഉണ്ട്, omega-6 ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ ഡയബറ്റീസ് ഉള്ള, അല്ല, എനിവൺ ഹാവിങ് കൊളസ്ട്രോൾ ആൻഡ് ലിപ്പിഡ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ കൊളസ്ട്രോൾ ആൻഡ് ലിപ്പിഡ് പ്രോബ്ലംസ്, അതായത് കൊളസ്ട്രോളോ അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുകൾ എന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ ഏത് തരത്തിലുള്ള കൊഴുപ്പുകളോ ബാക്കി കാര്യങ്ങളുള്ള ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ omega-3. ഡയബറ്റിക്സിന് വളരെ നല്ലതാണ്. ഡയബറ്റിക്സിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ, നോർമലി കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ പൊതുവെ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ് ഉപയോഗിക്കും. സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലിപ്പിഡ് ഒരുപക്ഷെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഡയബറ്റിക് ആകാനുള്ള സാധ്യത കൂടും.
അപ്പോ നിങ്ങൾ omega-3 അതിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിൻ ഡിപെൻഡൻസ് കുറയ്ക്കാനും പിന്നെ ഡയബറ്റീസിനെ ഫൈറ്റ് ചെയ്യാനും അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ പോസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി പേഷ്യൻസ്, നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട്, നിങ്ങൾക്കറിയാം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് മിക്കവാറും ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആള് ഹി ഹാസ് ദാറ്റ് ടെൻഡൻസി ടു ഡെവലപ്പ് എ പ്ലേക്ക്. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ഒരു ആൻജിയോപ്ലാസ്റ്റി അദ്ദേഹത്തിന് വേണ്ടി വന്നു. ഒരു ബ്ലോക്ക് വന്നു, അതിന് ആൻജിയോഗ്രാം ചെയ്തു, പിന്നെ പ്ലാസ്റ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആൻജിയോപ്ലാസ്റ്റി നടത്തുമ്പോൾ നിങ്ങൾ ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ബട്ട് ഇതിനകത്ത് എത്രയോ രക്തധമനികളുണ്ട്. അവിടെ എല്ലാം ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് നിലവിലുണ്ട്. നോർമലി ഒരു 3 to 6 months നമ്മൾ കാണാൻ മിക്കവാറും ഇയാൾ വീണ്ടും ഒരു ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഫ്ലാക്സ് ഓയിലിന് കഴിയും. ഓക്കെ. ടു പ്രിവെന്റ് റിക്കറൻസ്. സ്കിൻ ആൻഡ് ഹെയർ പ്രോബ്ലംസ്, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നത്, ഡാൻഡ്രഫ് വരുന്നത്, ഓക്കെ, അതിന്റെ ഹൈഡ്രോലിപ്പിഡ് മാട്രിക്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സ്കിന്നുമായിട്ട് പഠിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് കോൾഡ് ദ ഹൈഡ്രോലിപ്പിഡ് മാട്രിക്സ്. അതിനെ മാനേജ് ചെയ്യാൻ omega-3 വളരെ നല്ലതാണ്. നാച്ചുറലി നമ്മുടെ ഫ്ലാക്സ് ഓയിൽ അതിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. അതുകൊണ്ട് താരൻ പോലുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ഡ്രൈ സ്കൾഡ്, താരൻ ഒക്കെ ഉള്ളവർക്ക് omega-3 സപ്ലിമെന്റേഷൻ വളരെ നല്ലതാണ്. ഓക്കെ. സ്കിൻ ആൻഡ് പിന്നെ ഹോർമോണൽ പ്രോബ്ലംസ്, ആസ് വി ഓൾറെഡി സെഡ്, നമ്മുടെ ഈ സ്ത്രീകൾക്ക് വരുന്ന മെനോപോസൽ പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യാൻ വളരെ നല്ല സപ്ലിമെന്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. റെക്കമെൻഡഡ് യൂസേജ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, നമ്മുടെ ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്ന സപ്ലിമെന്റ് ഒരു റെഗുലർ സപ്ലിമെന്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഫോർ മന്ത്സ് ടുഗദർ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ബെസ്റ്റ് റെക്കമെൻഡഡ് യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബോട്ടിൽ ഒരു 90 സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂളിന്റെ ഒരു ബോട്ടിലായിട്ടാണ് വരുന്നത്. ഓക്കെ. ആൻഡ് 4 മാസത്തിലൊരിക്കൽ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, ഒരു മാസത്തെ കോഴ്സ് 1 TDS എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒരെണ്ണം വെച്ച് ഒരു ബോട്ടിൽ 4 മാസത്തിലൊരിക്കൽ കഴിക്കുക. അപ്പം വർഷത്തിലൊരു 3 ബോട്ടിൽ വിൽ ബി സഫിഷ്യന്റ് ഫോർ യു. അതാണ് ഫ്ലാക്സ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസേജ്. ഇത് നോർമലി ജനറൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. സപ്പോസ് നിങ്ങൾക്കൊരു അഡീഷണൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ വാട്ടെവർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡറേഷൻ അനുസരിച്ച് നമുക്ക് വേരി ചെയ്യാം. ബട്ട് ജനറലി സജസ്റ്റഡ് ആസ് എ പ്രിവെന്റീവ് ആൻഡ് സപ്പോർട്ടീവ് ന്യൂട്രിയൻ്റ് എന്നുള്ള രീതിയിൽ 1 ബോട്ടിൽ once in every 4 months will be ideal. 1 TDS ആണ്. TDS ത്രൈസ് ഡെയിലി എന്നാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരത്തിന്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ഇതാണ് റെക്കമെൻഡഡ് യൂസേജ്. സോ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കാർഡിയോവാസ്കുലർ സപ്പോർട്ട് തരും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് omega-3 സപ്പോർട്ട് ചെയ്യുന്നത്. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടൊരു സിസ്റ്റമാണ്. ഈ റിപ്രൊഡക്റ്റീവ് ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകുന്നത് വളരെ മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ്. പക്ഷെ ആ മൈനർ ഇഷ്യൂസ് ഫിക്സ് ചെയ്തില്ല അത് സക്സസ്ഫുൾ ആവില്ല. ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ ലിപ്പിഡ് പ്രൊഫൈലും ബാക്കി പറഞ്ഞ പോലെ അതിന്റെ നെർവസ് സിസ്റ്റവും കാർഡിയോവാസ്കുലർ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്, നെർവസ് സിസ്റ്റത്തിന് നല്ലതാണ്, ആൻഡ് ജോയിന്റ് ഫംഗ്ഷനും വളരെ നല്ലതാണ് ഫ്ലാക്സ് ഓയിൽ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലാക്സ് ഓയിലിനെ കുറിച്ച് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. ഫ്ലാക്സ് ഓയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് നമ്മുടെ ധാരാളം ലീഡേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്, വിച്ച് ഈസ് പ്രൈം ഇൻ ദ krill oil. പ്രൈം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആസ് വി ഓൾറെഡി എക്സ്പ്ലെയിൻ, അതൊരു ഡിഫറെന്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റമിൻ എ, contains vitamin A, E and minerals. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ. Then omega-3 and omega-6 in phospholipid form ഉണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്.
ഫോസ്ഫോലിപ്പിഡ് ഫോം എന്ന് ഓർത്ത് വെച്ചോളുക. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. omega-3 ആൻഡ് omega-6 in phospholipid form. Okay. Then astaxanthin and flavonoids. ഇതിനകത്ത് ആഡഡ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ് അസ്റ്റാക്സാന്തിൻ. ഈ അസ്റ്റാക്സാന്തിൻ ആണ് krill oil-ന് ആ കളർ കൊടുക്കുന്നത്. അതൊക്കെ അറിയാവുക. നോർമലി നമ്മുടെ ഇതുപോലുള്ള omega-3 സപ്ലിമെന്റ്സ് ഒക്കെ ഒരു യെലോയിഷ് കളറിലാണ് പൊതുവെ വരാറ്. ഗോൾഡൻ ഓർ യെലോയിഷ് കളറിലാണ് വരാറ്. പക്ഷെ krill oil ശരിക്കും ഒരു ഡീപ്പ് റെഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കളറിലാണ് വരുന്നത്. അത് അസ്റ്റാക്സാന്തിൻ കൊണ്ടാണ് ആൻഡ് ഫ്ലേവനോയിഡ്സ് കൊണ്ടാണ്. ഓക്കെ. Then it has metabolic, anti-inflammatory, neuroprotective, nephroprotective and chemoprotective properties. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെറ്റാബോളിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ krill oil ഉപയോഗിക്കാം. ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ krill oil ഉപയോഗിക്കാം. നിങ്ങൾക്ക് ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ krill oil ഉപയോഗിക്കാം. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് krill oil ഉപയോഗിക്കാം. നിങ്ങൾക്ക് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസിഡൻസോ അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് krill ഉപയോഗിക്കാം. ഓക്കെ. ഫ്ലാക്സ് ഓയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് ദിസ് ബീങ് എ മോർ പൊട്ടന്റ് ആൻഡ് മോർ ടു ദ പോയിന്റ് പ്രോഡക്റ്റ്. ഓക്കെ. പ്ലസ് ഇതിന്റെ ഒരു ഹോളിസ്റ്റിക് നേച്ചറും ഉണ്ട്. അതിന് വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, അസ്റ്റാക്സാന്തിൻ ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, omega-3 ഉണ്ട്, omega-6 ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഫോമിലാണ്. മൾട്ടിപ്പിൾ ചെയ്തു വരുമ്പോൾ ഇതിന്റെ പെനട്രേഷനും എഫക്റ്റീവ്നെസ്സും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ omega-3 ഫ്ലാക്സ് ഓയിൽ കഴിക്കുമ്പോൾ നമുക്ക് ബ്രെയിനിന് കിട്ടുന്ന അളവിന്റെ എത്രയോ 100 ടൈംസ് കൂടുതലായിരിക്കും നമുക്ക് krill oil ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് കിട്ടും. അതാണ് അതിന്റെ ഗുണം. ഓക്കെ. സോ ഈ രീതിയിൽ നമ്മുടെ സെല്ലുലാർ ലെവലിൽ ഇതിന് ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവ് krill oil-ന് വളരെ കൂടുതലാണ്. രണ്ടും omega-3 ആണ് താൻ. രണ്ടിലും omega-3 omega-6 ഒക്കെ ഉണ്ട് താൻ. ഓക്കെ. ബട്ട് ദ ഡിഫറൻസ് ഈസ് വെരി വെരി ഹൈ. സോ ഇതിനകത്തുള്ളത് ഇതിന്റെ ഒരു 4-in-1 അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാ പറയുക. അത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, അസ്റ്റാക്സാന്തിൻ ഉണ്ട് ആൻഡ് കൊളീൻ ഉണ്ട്. കൊളീൻ ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് ആണ് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ലൈക്ക് നെർവ് സിഗ്നലിംഗ്, ലിവർ ആൻഡ് മസിൽ ഫങ്ഷൻ. ഓക്കെ. അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഇതാണ്. ഇതെല്ലാം ഈ krill oil-നുണ്ട്. നമ്മൾ സംസാരിച്ചു ഇതിനെപ്പറ്റി എന്താണ് ഫോസ്ഫോലിപ്പിഡ്സിനെ കുറിച്ച്. ഇതൊരു സെൽ മെംബ്രെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. സെൽ മെംബ്രെയിനിന്റെ ബൈ ലെയർ ഉണ്ട്. അതിന്റെ ഒരു ലെയർ ഫോസ്ഫോലിപ്പിഡാണ്. ബൈ ലെയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഓക്കെ. ഈ ബൈ ലെയറിനകത്ത് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നൗ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ നിങ്ങൾ വാതിൽ തുറന്നകത്ത് കയറ്റും എന്ന് പറയുന്ന പോലെ പുറമേ നിന്ന് വരുന്ന ഒരാളാണ് നിങ്ങൾ ചോദിക്കില്ലേ, ഡേ എവിടെ നിന്നാ വന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കില്ലേ. അതേസമയം വീട്ടിൽ നിന്ന് ഒരാൾ കയറി വന്നാലോ, വീട്ടിലെ ഒരാൾ വന്നാലോ നമ്മൾ ചോദിക്കാതെ അകത്തേക്ക് വിടുമെന്ന് പറയുന്ന പോലെ ഈ ഫോസ്ഫോലിപ്പിഡ് ഫോമിലുള്ള ന്യൂട്രിയൻസ് സെല്ലുകൾ ഈസിലി ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പൊ നമുക്കിവിടെ krill oil-ല് omega-3 omega-6 ഫോസ്ഫോലിപ്പിഡ് ഫോമിലായതുകൊണ്ട് krill oil സപ്ലിമെന്റേഷൻ നമ്മൾ കൊടുത്താൽ ശരീരത്തിലെ സെല്ലുലാർ ലെവലിൽ അതിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 100% ആണ്. The body directly takes it. So it ensures ഫോസ്ഫോലിപ്പിഡിന്റെ പടമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഫോസ്ഫോലിപ്പിഡ്സ് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ. സോ ദ സുപ്പീരിയർ ട്രാൻസ്പോർട്ട്, അതിന്റെ ഈ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് വളരെ എളുപ്പമാക്കുന്നുണ്ട്. അത് എഫിഷ്യന്റ് ഡെലിവറി ഉറപ്പാക്കുന്നുണ്ട്. ആൻഡ് ഹയർ ഇന്റഗ്രേഷൻ ഓഫ് omega-6 ആൻഡ് omega-3 ആൻഡ് കൊളൈൻ. ഈ കാര്യങ്ങൾ സെല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനും ഈ ഫോസ്ഫോലിപ്പിഡ് ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫക്റ്റീവ്നെസ് എത്രയോ ടൈംസ് കൂടുതലാണ്. ഓക്കെ. നൗ ഇതൊരു ഡയറ്ററി സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ റെഗുലർലി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സപ്ലിമെന്റുമാണ്. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇതിന്. ഓക്കെ. നൗ അറ്റ് ഈക്വൽ ഓർ ലോ ഡോസസ്, അതായത് ഫിഷ് ഓയിലുമായിട്ട് ഒന്ന് കമ്പയർ. നമുക്ക് ഇതുണ്ടല്ലോ omega-3 എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതും ഫിഷ് ഓയിൽസ് ആണ്. ലൈക്ക് നമുക്കറിയാം സാൽമൺ, omega-3 പോലുള്ള പല ബ്രാൻഡ്സുകളും എല്ലാം നല്ല omega-3 ആണ്. ഓക്കെ. പക്ഷെ സ്റ്റഡീസ് പറയുന്നത് ഒരേ ഡോസിൽ കൊടുക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ krill oil മറ്റേതിനേക്കാൾ കുറച്ച് അളവിൽ കൊടുത്താൽ പോലും
krill oil is more effective than fish oil in reducing glucose, triglyceride and LDL at equal or low doses. അതാണ് പോയിന്റ്. അതേ അളവിൽ കൊടുത്താലും ഈവൻ കുറഞ്ഞ അളവിൽ കൊടുത്താൽ പോലും krill oil is more effective. Omega-3 and omega-6 antioxidants in krill oil prevents the progression of neurodegenerative diseases. Okay, omega-3, omega-6 antioxidants, അതായത് അസ്റ്റാസാന്തിൻ പോലുള്ള ആന്റിഓക്സിഡന്റ്. അസ്റ്റാസാന്തിൻ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഇത് പ്രിവെന്റ്സ് ദ പ്രോഗ്രഷൻ ഓഫ് ന്യൂറോഡീജനറേറ്റീവ് ഡിസീസ്. നിങ്ങൾക്ക് അറിയാമല്ലോ ന്യൂറോഡീജനറേറ്റീവ് ഡിസീസസ് ആണ്. ഒരെണ്ണത്തിന്റെ പേര് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അൾഷീമേഴ്സ്, ഡിമെൻഷ്യ, അൾഷീമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഇതൊക്കെ ന്യൂറോഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ഓക്കെ, നൗ krill oil helps in reducing the progression of Alzheimer's and prevent cognitive loss. കോഗ്നിറ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്ത് പരസ്പരം ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പലതും വിട്ടുപോവുക, ഒരു അന്തവും കുന്തവും, ഇങ്ങനെ പല ഒരവസ്ഥ നമുക്ക് വരാം, നമ്മുടെ ഡീജനറേഷൻ കൊണ്ട് വരാം. അതിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അൾഷിമേഴ്സ് പോലുള്ള സാധനങ്ങളെ അത് അതിന്റെ പ്രോഗ്രഷനെ അത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, astaxanthin can directly cross the blood-brain barrier. There is something called blood-brain barrier. അതായത് ബ്രെയിനിലേക്ക് പോകുന്ന എല്ലാ സപ്ലൈസും ഹൈലി ഫിൽറ്റേഡ് ആണ്. ഓക്കെ, ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് തിങ്സ് മാത്രമേ അതിന് അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ബ്രെയിനിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ടോട്ടൽ സിസ്റ്റം ആവുന്നതുകൊണ്ട് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. അതിനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും. ഓക്കെ, അസ്റ്റാസാന്തിൻ ഡയറക്ട്ലി അതിനെ ക്രോസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സാധനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്തുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ് അത് കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. സോ ഇറ്റ്സ് വെരി എഫക്റ്റീവ് ഇൻ ഇറ്റ്സ് എ നെഫ്രോപ്രൊട്ടക്റ്റീവ്. കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ? കിഡ്നി ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന കിഡ്നിയുടെ ഫംഗ്ഷൻ വളരെ നല്ലതാണ്. ഇനി കിഡ്നി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് പോലും ഓക്കെ krill oil ഉപയോഗിക്കുക. അതൊരു നെഫ്രോ പ്രൊട്ടക്റ്റീവ് ആണ്. ഒരു കാര്യം ഓർക്കുക, krill oilനകത്ത് പൊട്ടാസ്യവും സോഡിയവും വളരെ കുറവാണ്, വെരി ലോ ആണ്. നോർമലി നമ്മൾ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് മിനറൽസ് ആണ് പൊട്ടാസ്യം ആൻഡ് സോഡിയം. അത് krill oilനകത്ത് വളരെ ലോ ആണ്. ഓക്കെ, അതേസമയം അതിനകത്ത് ഫാറ്റി ആസിഡ്സ് കിഡ്നിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. So it supports it. Okay. Then it can also help in the treatment of kidney diseases, hair and skin. ഇത് ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഹൈഡ്രോലിപ്പിഡ് പ്രൊഫൈലിനെ മാനേജ് ചെയ്യുന്നതുകൊണ്ടും ഓക്കെ ഡാൻഡ്രഫും ട്രൈസ്കൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഫാറ്റി ലിവർക്ക് വളരെ നല്ലൊരു സപ്ലിമെന്റ് ആണ് പഠിക്കോൾ krill oil. കാര്യം അതിനകത്തെ ഓക്സിലിപ്പിൻസിനെ ഇത് ഓൾട്ടർ ചെയ്ത്, അതായത് ഫാറ്റ് ടിഷ്യൂസിനും ലിവറിലുമുള്ള ഓക്സിലിപ്പിൻസിനെ ഇത് രൂപമാറ്റം വരുത്തി ഒരു ആന്റി ഇൻഫ്ലമേറ്ററി എൻവയോൺമെന്റിലേക്ക് ഇത് മാറ്റം വരുത്തും. ഓക്കെ, അതൊരു സേഫർ ഇതിലേക്ക് മാറ്റും. അത് ഫോട്ടോ പ്രൊട്ടക്റ്റീവ് ആണ്. സൺ ഡാമേജിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പഠിക്കോൾ krill oil. അതിനകത്ത് അസ്റ്റാസാന്തിൻ പ്രൊട്ടക്ട്സ് us from some damage. 1 to 2 capsule daily. FDA recommend ചെയ്തിരിക്കുന്നത് 2 gram daily is recommended by FDA. ഇതാണ് ജനറൽ ഡോസേജ്. krill oil ഫിഷ് ഓയിലും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് krill oil ഹയർ ബയോ അവൈലബിലിറ്റി ആണ് ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഫിഷ് ഓയിലിൽ ഈ പറയുന്ന ന്യൂട്രിയന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, പക്ഷേ ശരീരത്തിന് അത് കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്. ഓക്കെ, krill oil ഫോസ്ഫോലിപ്പിഡ് ഫോംസിലാണ്, മറ്റേത് ട്രൈഗ്ലിസറൈഡ് ഫോംസിലാണ്. ഓക്കെ, ഇത് സ്റ്റേബിൾ ആൻഡ് ഓക്സിഡേഷൻ റെസിസ്റ്റന്റ് ആണ്. കാര്യം ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ഓക്കെ, മറ്റേത് അൺസ്റ്റേബിൾ ആണ്. നമ്മൾ കാലം കഴിയുന്നതനുസരിച്ച് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന്റെ ഓക്സിഡേഷൻ വന്ന് അതിന്റെ ഡിറ്റോറിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. ഇത് ഫ്രീ ഓഫ് ടോക്സിൻസ് ആണ്. കാരണം ഈ krill എന്ന് പറയുന്ന സാധനം വളരെ പ്രിസ്റ്റീൻ ആയിട്ടുള്ള നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ സോഴ്സസിലാണ് ഉണ്ടാവുക. ഇത് മീനല്ല. മീനിന് മുമ്പ് ഷ്രിംപ് എന്നും അതിനു മുമ്പുള്ള ഒരു ഫോമിലാണ്. ശരിക്കും വെജിറ്റേറിയൻസിന് പോലും യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണിത്. ഓക്കെ,
മീനിൻ്റെതായിട്ടുള്ള യാതൊരു സ്വാദോ ഗുണമോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഓക്കെ. അതേസമയം നമ്മുടെ ഫിഷ് ഓയിൽസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് അത് പലപ്പോഴും ഇതുപോലുള്ള ഷിപ്പുകളെ അതിനെയൊക്കെ തിന്ന് ഓക്കെ അതിൽ നിന്ന് അതിനകത്ത് ഹൈ ലെവൽ ഓഫ് മെർക്കുറിയും അതർ ടോക്സിൻസും ഉണ്ടാവാറുണ്ട്. പല സപ്ലിമെന്റ്സിലും ഫിഷ് സപ്ലിമെന്റ്സിലും ഈ ടോക്സിസിറ്റി വളരെ കൂടുതലാണ്. അതേസമയം krill oil ഈസ് ഫ്രീ ഓഫ് ടോക്സിൻസ്. പിന്നെ krill oil ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫിഷി സ്മെല്ലോ അല്ലെങ്കിൽ ആഫ്റ്റർ ടേസ്റ്റോ ഒന്നുമില്ല. ഫിഷ് ഓയിൽ പലപ്പോഴും ഫിഷി ടേസ്റ്റ് ഉണ്ടാവും. ആ ഫിഷി ബേബ്സ് നമുക്ക് അതിന്റെ ആത്തുകെട്ടലൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ. ആരാണ് ഒമേഗ 3 ഒഴിവാക്കേണ്ടത്? പ്രീ ആൻഡ് പോസ്റ്റ് സർജറി. കാരണം ഇത് ക്ലോട്ടിംഗ് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിനകത്ത്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഇതിനെ ഇത് തടയും. പ്ലേക്ക് ഡെവലപ്മെന്റ് തടയും. ഓക്കെ. ക്ലോട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി തടയുന്നുണ്ട്. പക്ഷേ സർജറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവാം. ഓക്കെ. എന്നാലല്ലേ നമുക്ക് അതിന്റെ ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രീ ആൻഡ് പോസ്റ്റ് സർജറി ഉള്ള ആ സ്റ്റേജിലുള്ള ആൾക്കാർ ഒമേഗ 3 പൊതുവെ ഒഴിവാക്കണം. ഓക്കെ. ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ ഒഴിവാക്കണം. ബ്ലീഡിങ് കൂടാൻ ഒരുപക്ഷെ ഇത് കാരണമാകും. ആന്റി കൊയാഗുലന്റ് ആൻഡ് ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് ഒഴിവാക്കണം. ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾ, ഇപ്പൊ നിങ്ങൾ ഒരു ആന്റി ഡയബറ്റിക് ഡ്രഗ് ഡയബറ്റിക്സിന് ഒരു ഗുളിക ഉപയോഗിക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾ ഒമേഗ 3 ഉപയോഗിക്കുകയാണെങ്കിൽ ഒമേഗ 3യും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നിങ്ങളുടെ ഒരുപക്ഷെ ഷുഗർ ലെവൽ ഒരുപാട് താഴെ പോയെന്നിരിക്കാം. അത് സൂക്ഷിക്കണം. അത് ഓക്കെ. പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് കെയർ, അതിനെക്കുറിച്ച് സ്റ്റഡീസ് ഇതുവരെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ജനറലി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സോ താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഒമേഗ 3യെ കുറിച്ചും വടിക്കോളില് നമ്മുടെ krill ഓയിലിനെ കുറിച്ചും ഫ്ലാക്സ് ഓയിലിനെ കുറിച്ചും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ് പ്ലീസ്. കമ്പനി ഞാൻ 2 മിനിറ്റ്